ഗൈസ് എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഡ്രസ്സൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് മീഷോ എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിനെക്കാട്ടി ആമസോണിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യൽ മീഷോ ആണ്. വേറെ ഒന്നല്ല, ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേണോ അയക്കാം. നമ്മൾ റിട്ടേൺ അയച്ചാൽ അന്ന് തന്നെ നമുക്ക് ക്യാഷ് നമ്മളെ അക്കൗണ്ടിൽ കയറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യൽ മീഷോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് കിട്ടി. അപ്പോൾ ഞാൻ ചെയ്യുന്ന പിന്നെ ഇന്ന് ഒരു മീഷോ ഹോൾ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരിട്ട് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇത്രയും ഡ്രസ്സസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. 1, 2, 3, 4. ഇനി നമുക്കിതൊക്കെ നോക്കാം. പിന്നെ ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ താഴെ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിൽ പറയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പച്ച ഡ്രസ്സാണ് നോക്കാൻ പോകുന്നത്. അത് ഞാൻ ഇവിടെ വെച്ചാട്ടോ. അപ്പോൾ ഇതൊരു ഗ്രീൻ ഗൗണാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 1081 രൂപ. 1081 രൂപയാണ്. അപ്പോൾ ഇതാണ് ഗൗണ്. പിന്നെ ഇത് ഇട്ടാണ്ടുള്ള വീഡിയോ ഞാൻ സൈഡ് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത സൈസ് പറഞ്ഞാൽ XXL ആണ്. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ജോർജറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഇത് 3 കളറായിട്ടാണ് വരുന്നത്. ഒന്ന് ഗ്രീന്, പിന്നെ ഒരു കടും ഗ്രീന്, പിന്നെ 3 ടൈപ്പ് ഗ്രീൻ ആട്ടോ ഇതിൽ വരുന്നത്. ഞാൻ കൊടുത്ത് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. ഇങ്ങനെ 3 ഗ്രീനായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈ ഇത്ര ഉള്ളൂ, അതായത് ഹാഫ് സ്ലീവ് ഉള്ളൂ കേട്ടോ കൈ. അതുകൊണ്ട് നമ്മൾ അടിയിൽ ഇന്നറൊക്കെ ഇട്ട് യൂസ് ചെയ്യാം. പിന്നെ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കഴുത്ത് ഇതാണ്. ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടെക്കൊക്കെ വരുന്നുണ്ട് അക്കാര്യത്തിൽ. പിന്നെ നിറയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഇവിടെ നിൽക്കുന്ന സ്ഥാനത്ത് കുറച്ചും കൂടി ഇറങ്ങിയാണ് എനിക്ക് നിൽക്കുന്നത്. ഞാൻ സൈസ് വലുത് ചൂസ് ചെയ്ത്, എനിക്ക് ശരിക്കും സൈസ് XL ആണ്. ഞാൻ XXL ആണ് ചൂസ് ചെയ്തത്. വേറെ ഒന്നുമല്ല, എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പം ഇനി സൈസ് കുറഞ്ഞാലോ എന്നുള്ള പേടി ഞാൻ വേറെ ചൂസ് ചെയ്തേന്. ഇതിൻ്റെ റേറ്റിന് ഇത് വേർത്തല്ല കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയലൊക്കെ സാധാ ഒരു ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് ഏതോ ഒരു മെറ്റീരിയലാണ്. എന്തായാലും എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഫോട്ടോ വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് റേറ്റ് കൊടുക്കുന്നത് 10ൽ 5 ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഡ്രസ്സ് കാണാം. ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്ന ഈ ഡ്രസ്സ് പിങ്ക് അല്ല, റോസ് കളറാണ്. ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞാണ്. പക്ഷേ ആ റിവ്യൂ പറഞ്ഞ ആ സാധനത്തിന് 1500 അങ്ങനെ എന്തോ ആണ്. അതേ സെയിം സാധനം തന്നെ വേറെ ആയി കൊടുത്തിന്. ഇതിന് 900 സംതിങ് ആണ് കണ്ടത്. അപ്പോൾ ഞാൻ ഇത് വാങ്ങാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ റിവ്യൂ അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ. എന്തായാലും സെയിം സാധനമല്ലേ, കുറച്ച് ക്യാഷ് കുറവല്ലേ വിചാരിച്ച് ഞാൻ ഇതാട്ടോ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും പൊട്ടിച്ച് നോക്കാം. ഇതിനിങ്ങനെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ. നല്ല രസമാണ് കാണാൻ. നല്ല കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല രസമുള്ള കളറാണ്. എന്തായാലും ഇത് ഇട്ടുകൊണ്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഇട്ടുകൊണ്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഷാള് നോക്കട്ടോ. ഇതാണ് ഇതിൻ്റെ ഷാള്. ഷാളൊക്കെ അടിപൊളി കേട്ടോ ഗൈസ്. നല്ല ഇതാണ് കണ്ടോ. നല്ല രസമുള്ള വർക്കാണ്. അതേപോലെ ഈ ഒരു സംഭവം കുറച്ചും കൂടി ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ ഒരു ഷാളിൻ്റെ തലക്കീഴ് തന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഷാളായി യൂസ് ചെയ്യുമ്പോൾ നൂലൊക്കെ വലിഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ. പക്ഷേ ഇത് വലിപ്പം കുറവാണ് കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുമ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ കളർ എനിക്ക് നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പിന്നെ സാധനം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഷിഫോണോ അല്ലെങ്കിൽ ജോർജറ്റ് ഏതോ ഒരു മെറ്റീരിയൽ തന്നെയാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എന്താ അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഫിറ്റിംഗ് അത്ര എനിക്ക് ഇഷ്ടമായി തോന്നില്ല കേട്ടോ. എനിക്ക് ഇട്ടിട്ട് ഒരു കംഫേർട്ട് തോന്നില്ല. അതുകൊണ്ട് ഇത് ഞാൻ റിട്ടേൺ അയക്കുന്നതാണ്. ഇത് ഇട്ടാണ്ടുള്ള വീഡിയോ ഞാൻ സൈഡ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞന്നെ വീണ്ടും പറയണ്ടേ, ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗൗണ്. ഇത് പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല മെറ്റീരിയൽ, ഡാമേജ് ഒന്നുമില്ല. നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഫിറ്റിംഗ് അത്ര ഇഷ്ടമായില്ല. ഇനി
എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇതിൻ്റെ കൈയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കണ്ട. പക്ഷെ കൈ എന്തിന് അടിയിൽ ഒരു ശീല മെറ്റി ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് കൈ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. നമുക്ക് പാർട്ടി വെയർ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുക. അത് അവിടെ അങ്ങാടിയാണ്. അപ്പോൾ ആൾക്കാർ ഞാൻ വീഡിയോ എടുക്കണം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളത്ര കാര്യമൊക്കെ കണ്ട. പിന്നെ ഇതാ ഇതിൻ്റെ ഇവിടെ കണ്ട. പിന്നെ പാഡ് വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഫിറ്റിങ് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഇതിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് 10ൽ 7 ആണ്. അപ്പോൾ ബാക്കിൽ നല്ല സൗണ്ട് ഉണ്ടാവും. ആ വണ്ടിയൊക്കെ നല്ല പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഇങ്ങനെ കയറും കൊടുത്താണ്. പക്ഷെ അത് വിചാരിച്ച് ഞാൻ അത് ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ചു ഇനി ബാക്ക് ലൈറ്റ് ഭയങ്കര താഴ്ന്നാണ്ടേക്കാരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നല്ല കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇത് ഞാൻ ഇട്ടുകൊണ്ടുള്ള വീഡിയോസ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കാം. ഞാൻ എല്ലാ ഡ്രസ്സും XXL ആട്ടോ ചൂസ് ചെയ്തിരിക്കണത്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കണ്ട. എനിക്ക് നല്ല ചേർച്ചുണ്ട് ഈ കളറ്. എനിക്ക് ഈ കുത്തുന്ന കളറൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ചുവപ്പ്, പച്ച, മഞ്ഞ, റോസൊക്കെ. പക്ഷെ എന്ത് ചെയ്യാണ് ഗൈസ്, ഇത് എന്നെ പറ്റിച്ച് ഞാനിത് ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, എനിക്കിത് ഇട്ടിട്ട് അത്ര രസമില്ല. അതുകൊണ്ട് ഇത് ഞാൻ റിട്ടേൺ അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മൂന്നാമത്തെ ഡ്രസ്സ്. ഈ ഡ്രസ്സ് നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷുവറാണ്. ഇതിൻ്റെ ഇപ്പോൾ പല മോഡലും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവരും, അതായത് കല്യാണത്തിനൊക്കെ എല്ലാവരും ആകുന്ന ഈ ടൈപ്പാണ്. അതായത് മീഡിയം ഇത്ര ഉള്ള ഷോർട്ട് ഉപ്പായി. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് ഈ ഡ്രസ്സ് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റഗ്രാം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ടൈപ്പ്, അതായത് ഇത്ര ഉള്ള ഷോർട്ട് ടോപ്പ് മീഡിയം, അല്ലെങ്കിൽ നമ്മളെ മറ്റേ എന്താ പറയുക പലാസ പാൻറ്റ് പോലത്തെ അങ്ങനത്തെ ഡിസൈനാണല്ലോ ഇപ്പോൾ കൂടുതൽ ഇറങ്ങണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ പർപ്പിൾ കളറാണ് ഓർഡർ ചെയ്ത് കണ്ടത്. ഈ ഒരു കളറാണ്. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്തിരിക്കണം ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാനുള്ള ഓർമ്മയില്ലാതെ ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തതൊക്കെ ഇട്ട് നോക്കിക്കണം കേട്ടോ. പിന്നെയാണ് ഓർമ്മ വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഡ്രസ്സ്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇത് കാണാനൊക്കെ. പിന്നെ ക്വാളിറ്റി അടിപൊളിയാണ്, നല്ല ഡാമേജ് ഒന്നുമില്ല, ഒക്കെ അടിപൊളിയാണ്, സൈസൊക്കെ അടിപൊളിയാണ്. പക്ഷെ എന്താണെന്നറിയാം ഗൈസ്, ഇതിന് ലൈനിങ് ഇല്ല, കയ്യിന് ലൈനിങ് ഇല്ല. ഓക്കെ, പക്ഷേ ഈ അടിഭാഗത്ത് വരുന്ന ഇവിടെയും ലൈനിങ് ഇല്ല. കാണിച്ചു തരാം കണ്ടോ. പക്ഷെ ഈ കളർ അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല. ഇതിവിടെ ലൈനിങ് ഇല്ല. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു ഡ്രസ്സ് വാങ്ങിയാൽ പിന്നെ നമുക്ക് ജീൻസിക്കൊക്കെ ഈ ടോപ്പ് യൂസ് ചെയ്യാന്ന് അതിൻ്റെ മിഡി ഇടാതെ. പക്ഷെ അതൊന്നും പറ്റില്ല. ഇതിന് ലൈനിങ് ഇല്ല. ഇവിടുന്ന് കേട്ട് ലൈനിങ് ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ ലൈനിങ് ഉണ്ട്. ലൈനിങ് ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ നടുവിലിതാ അതും ഞാൻ ശ്രദ്ധിച്ചിട്ട് കേട്ടോ. നടുവിലിതാ ഇതുപോലെ ഒരു വെട്ടുമുണ്ട്. അപ്പോൾ പിന്നെ എനിക്കെന്തോ ഒരു ഇഷ്ടക്കേടല്ല, പക്ഷെ എനിക്കൊരു കംഫേർട്ട് കുറവുള്ള മതി. ഇതെന്താ എല്ലാതും കംഫേർട്ടും സൈസ് വിറ്റല്ലേ എന്ന് വിചാരിക്കണം. നിങ്ങൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു നല്ല ഇഷ്ടമായിരിക്കുന്ന സാധനം. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നമാട്ടോ. എന്താണ്, പിന്നെ നമ്മൾ ഇന്നർ യൂസ് ചെയ്താൽ ഇതിൻ്റെ ആ രസം കിട്ടില്ല. അപ്പോൾ എനിക്കത് എന്താ ഒരു പോലെ ഇത് ലൈനും കൂടി ഉണ്ടെങ്കിൽ ഇത് ഞാൻ എന്തായാലും വാങ്ങി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ എന്താ പറയുക, നല്ല രസമല്ലേ ഗൈസ്. കണ്ട വർക്കൊക്കെ നോക്കാം, നല്ല ഭംഗിയുണ്ട്. കൈയൊക്കെ നോക്കാം ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ 2 സാധാ പോലെ കയറൊക്കെ വരുന്നുണ്ട്. നല്ല മെറ്റീരിയലാണ്. ഇതെല്ലാം ഒരേ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. എന്താ കളർ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കളർ. എനിക്ക് ലാവൻഡർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ഇളം കളറുണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അതിനെന്തോ ഒരു കളർ പറയില്ലോ, മറന്നുപോയി. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇതൊക്കെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാട്ടോ. നമുക്ക് സൈസും ലെങ്ത്തും ഒക്കെ അടിപൊളിയാണ്. നല്ല കംഫേർട്ടുള്ള മെറ്റീരിയലൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ കുപ്പായത്തിൻ്റെ ആ പ്രശ്നം കൊണ്ടാണ് ഞാനിത് റിട്ടേൺ അയക്കണേ. പിന്നെ ഇതിട്ട് കണ്ടുള്ള പിക്ചർ ഞാൻ സൈഡ് കൊടുക്കട്ടോ. ഇനി ഇതിൻ്റെ ഷാള് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഷാള് എല്ലാവർക്കും സിമ്പിളുമായി. ആ വർക്ക് കരമ വരുന്നത്. എന്തായാലും എനിക്ക് ഈ കളർ നല്ല ഇഷ്ടമായി. അപ്പം ഞാൻ ഇട്ടുകാണ്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല അടിപൊളി സാധനമാണ്, നല്ല രസമുണ്ട്. ഇത് ഷാളും അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമല്ലേ ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്താ പറയുക, ആ അടിശീലൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് റിട്ടേൺ അയക്കും.
ഇനി ഞാൻ അടുത്തതായി ലാസ്റ്റായിട്ട് കാണിച്ചു തരാൻ പോണ ഡ്രസ്സാണ്. പക്ഷേ ഇത് ഞാൻ ഓർഡർ ചെയ്തല്ല, എൻ്റെ സിസ്റ്റർ ഓർഡർ ചെയ്താണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ സിനൂസനെ അറിഞ്ഞവർക്കറിയാം, ഓള് ഈ ഡ്രസ്സ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ കാണിക്കാൻ പോകണം. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡ്രസ്സ് പോകാം. ഈ ഡ്രസ്സിന് വില വരുന്നത് 1600 സംതിങ് ആണ്. അത് എനിക്ക് കറക്റ്റ് ആവുന്നില്ല. ഇതിൻ്റെ അനിയത്തിയായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓള് ഇവിടെ ഇനി എന്തായാലും എനിക്ക് ഈ കൊണ്ടുവന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണത്. പിന്നെ നമ്മൾ മൂന്നാമതായി കാണിച്ചു തന്നില്ല ഒരു പർപ്പിൾ ഡ്രസ്സ്. ആ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. അതിന് ഞാൻ റേറ്റ് കൊടുക്കുന്നത് 10ൽ 8 ലൈനിങ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത്രയ്ക്ക് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ ലൈനിങ് എന്നെ ചതിച്ചു. ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സെങ്കിലും എനിക്ക് കിട്ടുന്നത്. ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് എടുക്കാൻ വിചാരിച്ചത്. അപ്പം ഇതാണ് എൻ്റെ അനിയത്തി വാങ്ങിയ ഡ്രസ്സ്. നല്ല നല്ല രസമുള്ള കളറല്ലേ, പക്ഷേ കുറച്ചൊരാളാണ്. അതുകൊണ്ട് എനിക്ക് കളർ ഇഷ്ടമാണ്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ പിങ്കിനാടി ഞാൻ നേരത്തെ കണ്ടില്ല, അങ്ങനത്തെ പിങ്കാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ മുഖത്ത് നല്ല രസമുണ്ട് കേട്ടോ ഈ കളറ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ്. എന്താ പറയാ, ഷോ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടി തുറക്കാണ്. ഷാളുമെന്ന് തുടങ്ങാം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട ടോപ്പുമെന്ന് തുടങ്ങും. അപ്പോൾ ഈ ടോപ്പ് ഇൻസ്റ്റയിലൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇൻസ്റ്റയിൽ എത്ര വില എന്നൊന്നും എനിക്കറിയില്ല. ഇതിന് മീഷോയിൽ വരുന്ന 1600 സംതിങ് ആണ്. എൻ്റെ മോനെ എന്താ അടിപൊളി സാധനം കേട്ടോ. നല്ല രസം, എനിക്ക് നല്ല ഇഷ്ടമായിക്കണേ. നല്ല രസമല്ലേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഇതിന് നല്ല രസം. ഇത് ഞാൻ 10/10 ആണ് കൊടുക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പറയില്ല, ഇത് ഒരട്ടൊക്കെ ഇട്ടൊക്കെയതാണ്. നല്ല എന്താ പറയുക, നല്ല അടിപൊളി സാധനം കേട്ടോ. നമുക്ക് സൈസായാലും ഒക്കെ ഫിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങളൊരു നല്ല ഹെവി വർക്കുള്ള പാർട്ടി വെയർ തരുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും എടുത്തോളൂ. ആ പൈസക്കുള്ള സാധനം ഇതുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഗൈസ്. ഇതിൻ്റെ വർക്കൊക്കെ നോക്കണേ, നല്ല രസമാണ്. നല്ലൊരു കളറാണ്. കൈയൊക്കെ നോക്കുക, ഫുൾ വർക്ക്. നമ്മളെ വീട്ടിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ഇതിടും കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ബാക്കിലൊന്നും ഒരു വർക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടെക്ക് ഇല്ല, ടെക്ക് കൊടുത്തിട്ടില്ല. ഇത് നല്ല രസമുണ്ട്. ഇത് XXL ആട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ട, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഞാൻ അടിഭാഗത്ത് ഇത് കൊടുത്തത് നല്ല രസമുണ്ട്. അപ്പോൾ ഇതിട്ടാണ് വീഡിയോ ഞാൻ സൈഡ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കയ്യിനും എന്താണ് ലൈനിങ് ഇല്ല. മീഷോക്കാരെന്താ ലൈനിങ്ങിൽ ഭയങ്കര പിസ്ക് കാണിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അല്ലേ ഒരു കാര്യം പറയാനുള്ളത്, മീഷോയിലുണ്ടാവും 600 സംതിങ്ങിന് 2 ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ വാങ്ങുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ മക്കളെ. ലൈനിങ് ഇല്ല വിചാരിച്ച് എന്താണ് ഈ കോഴി എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് ലൈനിങ് ഇല്ല വിചാരിച്ച് മെറ്റീരിയൽ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചിലർക്ക് ലൈനിങ് ഇല്ലാത്ത പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ 2 ടോപ്പൊന്ന് കഴിച്ച് ഓർഡർ ചെയ്യും, പക്ഷെ ലൈനിങ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേമാതിരി മീഷോക്കാർ നല്ല ലൈനിങ്ങിൽ നല്ല പിസ്ക് കാണിക്കുന്നുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇതിന് കയ്യിൽ ലൈനിങ് ഇല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഇതിട്ടാനുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചത്. ഇതിന് ഞാൻ 10/10 ആണ് റേറ്റിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴെങ്കിലും ഓളെ ഒന്ന് ഈ കോയിന് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴെങ്കിലും ഓള് ഈ ഡ്രസ്സെങ്കിലും എടുത്തല്ലോ എന്ന്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ എടുത്തേ, മറ്റേതെല്ലാം റിട്ടേൺ ചെയ്തേ. പക്ഷെ ഇത് എനിക്കുള്ള ഡ്രസ്സല്ല, എൻ്റെ അഞ്ചത്തിക്കുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഓള് ഇവിടെ ഇല്ല കേട്ടോ. നല്ല നല്ല രസമല്ലേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഷാളും ഫാനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാൻ്റെ. ഇത് ഇലാസ്റ്റിക്കാണ് വരുന്നത്. ഫാൻ്റെ കടിപൊളി, നല്ല ഞാൻ ഓർഡർ ചെയ്ത എല്ലാം നല്ല കളറാട്ടോ, നല്ല രസമല്ലേ. പിന്നെ ഇതിൻ്റെ ഫാനിൻ്റെ തലക്കലായി ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയാട്ടോ, വേർത്താണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നല്ല രസമുണ്ട്. ആ പൈസ ഒക്കെ ഉള്ളതുണ്ട്, 1600 സംതിങ് അല്ലേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി. എനിക്ക് ഈ കളറ് നല്ല ഇഷ്ടമായിട്ട് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഇളം കളറ് പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ ഈ കളറിലെ എവിടെയും കാണാത്ത ഈ കളറിന് എന്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്താ പറയല്, വാടാപ്പൂ കളർ എന്ന് പറയല്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഷാള് കാണിച്ചു കേട്ടോ. നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ഇനി അടുത്തത് ഇതിൻ്റെ ഷാളാണ്. അപ്പോൾ ഹെവി ചുരിദാറായത് തന്നെ ഷാളുമിൽ കുറച്ച് ഹെവി ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മളെ ഷാള്, കണ്ടോ. ഇതൊക്കെ ഞാൻ സൈഡിൽ കാണിക്കട്ടെ. ഇതിൻ്റെ കര വെക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഇതാ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. ഷാള് അത്യാവശ്യം ഇറക്കമുള്ളൊക്കെ ഉണ്ട്. ഈ കളർ എനിക്ക് നല്ല രസമല്ലേ, നല്ല രസമുള്ള കളറാണ്.
എന്ത് വാങ്ങിയാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് നല്ല രസം ഇട്ടുകാണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കാം. ഇത് എത്രാമട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ല ശബ്ദത്തിൽ പറയുന്നുണ്ട്, കാരണം ബാക്കിൽ റോഡാണ്, അപ്പോൾ നിങ്ങൾക്ക് കേൾക്കില്ല. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കോഡ് പറഞ്ഞുതരാം കേട്ടോ. ലിങ്ക് ഷെയർ ചെയ്യാൻ ചിലപ്പം പറ്റിക്കോളൊന്നുമില്ല. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുള്ളത്, പിന്നെ ഇനിയും നിങ്ങൾക്ക് ഹോൾ വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.